യഥാർത്ഥത്തിൽ സ്വന്തം ശേഷി മനസ്സിലാക്കാതെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നിലമറന്ന സ്വന്തം രാജ്യത്തെ തന്നെയാണ് കുഴിയിലേക്ക് തോണ്ടിയിടുന്നതും. അതിർത്തിയിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പുകൾ തുടരുന്ന പാകിസ്ഥാൻ ഏതറ്റം വരെ പോകുമെന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യം. അതിര് കടന്ന ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ അതിന് തക്കതായ മറുപടി ഇന്ത്യ നൽകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തിന്റെ രീതി, ലക്ഷ്യങ്ങൾ, സമയം എന്നിവ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം അദ്ദേഹം പ്രധാനമായിട്ടും കൈമാറിയിരുന്നത്. പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലവും സമയവും രീതിയും സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത് ഇത് രണ്ടാം പ്രാവശ്യം കൂടിയാണ്. കൂടാതെ ഭീകരതയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച് ശക്തിപ്പെടുത്തുന്നതായി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനുമേൽ ഇതിനകം തന്നെ സർക്കാർ നിരവധി നയതന്ത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിയും കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടും ആലോചിക്കാതെ തന്നെ ഉടനടി പ്രത്യാക്രമണം നടത്താനുള്ള അധികാരം സൈന്യത്തിന് കിട്ടിയ സ്ഥിതിക്ക് ശത്രുക്കൾ കൂടുതൽ കരുതിയിരിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. ഇന്ത്യക്ക് അതിന് കഴിയുമെന്ന് പാകിസ്ഥാനും നന്നായിട്ട് അറിയാം.